ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ദേവുവിനെ കാണാനായിട്ട് അരുണിൻ്റെ അമ്മയും തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേവുവിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അരുണിൻ്റെ അടുത്ത് പറയും, മോൻ തൽക്കാലം ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി ദേവുവിൻ്റെ വീട്ടുകാരോട് സംസാരിക്കാമെന്ന് പറയും. അതെന്താ അമ്മേ ഞാൻ കൂടി വന്നാൽ? വേണ്ട, ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ഞാൻ പോയി സംസാരിക്കാമെന്ന് പറയും. എൻ്റെ മുമ്പിൽ വെച്ച് നിന്നോട് അവർ മോശമായിട്ട് എങ്ങാനും പെരുമാറുക, എനിക്കത് വിഷമാവുമെന്ന് പറയും. അങ്ങനെ ദേവുവിൻ്റെ അമ്മ മാത്രമാണ് അരുണിൻ്റെ അമ്മ മാത്രമാണ് ദേവുവിനെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ രേവതി ഉണ്ടായിരുന്നു. അങ്ങനെ ദേവുവിനെ വിളിക്കുമ്പോഴത്തേക്ക് ദേവു ഓടിച്ചെല്ലും. ആ രേവതി ചേച്ചി, ഇതാ അരുണേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ രേവതിയെ ദേവു പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ പറയും, രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് സച്ചിയേട്ടൻ എന്ന് പറയും. മോളുടെ ഭർത്താവുമായിട്ടാണല്ലേ അരുണിന് പ്രശ്നങ്ങളെന്ന് പറയും. അത് കേട്ടാണ് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി അമ്മ പറയും, എൻ്റെ സച്ചി അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല, നിങ്ങളുടെ മകനാണ് പ്രശ്നം, നിങ്ങളുടെ മകനാണ് നിയമം ലംഘിച്ച് വണ്ടി ഓടിച്ചത്, അതുകൊണ്ടാണ് അവൻ സസ്പെൻഷനിലായെന്ന് പറയും. അതും സച്ചി അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ മോൻ സസ്പെൻഷനിലായത്, അല്ലാതെ അവൻ നിയമം വിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല. സച്ചിയാണ് മുമ്പ് ഒരു തവണ അവിടെ പ്രശ്നത്തിന് പോയതെന്ന് പറയും. എൻ്റെ സച്ചി അങ്ങനെ ആരുടെ പ്രശ്നത്തിനൊന്നും പോകുന്ന സ്വഭാവക്കാരനൊന്നുമില്ല, അവനല്പം ദേഷ്യമുണ്ട്. മുമ്പ് ഒരു തവണ നിങ്ങളുടെ മകനെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ അവൻ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലേ, അതിനുശേഷം സച്ചിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ, സത്യം ആരുടെ ഭാഗത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ അനുകൂലിച്ച് ലക്ഷ്മി അമ്മയും അരുണിനെ അനുകൂലിച്ച് അരുണിൻ്റെ അമ്മയെ സംസാരിക്കുകയാണ്. അതിനുശേഷം പറയും, നമ്മൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് വഴക്കുകൊണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പം അരുണിന് വേണ്ടി ദേവുവിനെ കല്യാണം ആലോചിക്കുന്ന കാര്യം സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ദേവുവിനെ വലിയ ഇഷ്ടം, അരുണിന് വലിയ ഇഷ്ടമാണ് ദേവുവിനെ പോലെ ഒരു കുട്ടി മരുമകളായിട്ട് വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ എനിക്ക് അതുപോലൊരു കുട്ടിയെ എൻ്റെ മോന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളിനി സച്ചിയുടെയും അരുണിൻ്റെയും കാര്യം പറഞ്ഞ് വെറുതെ എന്തിനാണ് സംസാരിക്കുന്നത്, നമുക്ക് ദേവുവിൻ്റെ അരുണിൻ്റെയും കല്യാണക്കാരെ സംസാരിക്കുന്നത്. കല്യാണക്കാര്യം ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. സച്ചിയാണ് എൻ്റെ ഭർത്താവ് കൃഷ്ണേട്ടൻ മരിച്ചതിന് ശേഷം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. സച്ചി ഞങ്ങൾക്ക് എൻ്റെ മകളുടെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ മകൻ തന്നെ. അവൻ എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ ഇവിടെ നടപ്പിലാവത്തുള്ളൂ. അവന് നിങ്ങളുടെ മകന് ഇഷ്ടമല്ല, നിങ്ങളുടെ മകന് വീട്ടിലൊരു സ്വഭാവവും പുറത്ത് മറ്റൊരു സ്വഭാവവും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകനുമായിട്ടുള്ള കല്യാണ ആലോചന നടക്കത്തില്ല. എൻ്റെ സച്ചി ദേവുവിന് വേണ്ടി വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അരുണിൻ്റെ അമ്മയ്ക്ക് വിഷമമാവും. നിങ്ങളുടെ മകനുമായിട്ടുള്ള കല്യാണാലോചന വേണ്ടെന്ന് തന്നെ സച്ചി പറയുന്നതെന്ന് പറയും. എന്നാലും നമുക്ക് നിങ്ങൾ കരുതുന്ന കണക്ക് ഒരു പയ്യനല്ല അരുൺ, അവൻ നല്ല സ്വഭാവമാണെന്നൊക്കെ പറയും. അത് നിങ്ങളുടെ മകനായിട്ട് നിങ്ങളുടെ മകൻ എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങളത് ഇല്ലെന്നേ പറയത്തുള്ളൂ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സച്ചിയുടെ തീരുമാനം പോലെ തന്നെ ഞങ്ങൾ നടത്തത്തുള്ളൂ. ഈ വിവാഹത്തിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് തന്നെ ലക്ഷ്മി അമ്മ അവരുടെ മുഖത്ത് നോക്കി പറയും. അപ്പോഴത്തേക്ക് രേവതി പറയും, എന്താ അമ്മ ഇത്, വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നമുക്ക് സംസാരിക്കാം, ഞാൻ സച്ചിയേട്ടനോട് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ദേവുവിൻ്റെ കല്യാണം ഇഷ്ടത്തിനനുസരിച്ചുള്ള കല്യാണം നടത്തി കൊടുക്കാം എന്ന് പറയുമ്പോൾ അരുണിൻ്റെ അമ്മയും പറയും, നിങ്ങളിപ്പം നോക്കേണ്ടത് നിങ്ങളുടെ മകളുടെ താല്പര്യമാണ്, മകളുടെ സന്തോഷമല്ലേ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയും, ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല, എൻ്റെ സച്ചിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് അരുണിൻ്റെ അമ്മ വിഷമിച്ചങ്ങ് തിരിച്ചു പോവുകയാണ്. അരുണ് വിവരങ്ങൾ എന്തായെന്ന് അറിയാനായിട്ട് അരുണ് കാത്തി നിൽക്കുകയാണ്. ചോദിക്കും, എന്തായി അമ്മേ, ദേവുവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചോ? മോനെ, അവർക്ക് സച്ചി പറയുന്നതാണ് അവർ ചെയ്യുന്നത്, സച്ചിയാണ് ആ വീട്ടിലെ അവസാനത്തെ വാക്ക്, സച്ചിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കത്തില്ലെന്ന് തന്നെ ദേവുവിൻ്റെ അമ്മ പറയുന്നതെന്ന് പറഞ്ഞ്, ഓഹോ അങ്ങനെയാണോ, അവനല്ലല്ലോ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്, ഒരു വിവാഹം നടക്കാൻ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണും മാത്രം മതി, എനിക്ക് ദേവുവിനും അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അമ്മയുടെ മരുമകളായിട്ടും എൻ്റെ ഭാര്യയായിട്ടും ദേവു തന്നെ വന്നിരിക്കുമെന്നൊക്കെ പറയും. അതിനുശേഷം വീട്ടിൽ നിന്ന് അരുണിൻ്റെ അമ്മ പോയെന്നറിഞ്ഞ ശേഷം ദേവു നേരെ സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്നതിന് ശേഷം അരുണിൻ്റെ അമ്മയും വീട്ടിൽ വന്ന് വിവാഹാലോചന കാര്യം സച്ചിയോട് പറയുന്നുണ്ട്. അച്ഛനും സച്ചിയേട്ടൻ പുറത്ത് റൗഡിയാണെന്നും ചട്ടമ്പിയാണെന്നും ഒക്കെ എല്ലാവരും പറയും, പക്ഷെ ഞങ്ങളതെങ്ങാനും കണക്കിലെടുത്തിട്ടുണ്ടോ? സച്ചിയേട്ടൻ നല്ല സ്വഭാവം ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് അരുണേട്ടൻ വീട്ടിലൊരു സ്വഭാവം പുറത്ത് മറ്റൊരു സ്വഭാവം കാണിക്കുന്ന ആളല്ല. എനിക്ക് അരുണേട്ടനെ നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അരുണേട്ടൻ ഒരു പ്രശ്നത്തിന് പോകത്തില്ല. എന്തോ ഒരു തെറ്റിദ്ധാരണ പേര് മാത്രമാണ് സച്ചിയേട്ടനും അരുണേട്ടനുമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു വിവാഹം ആലോചിക്കേണ്ട സച്ചിയേട്ട, എനിക്കൊരു താല്പര്യമില്ല, എനിക്ക് അരുണേട്ടനല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിനെ സപ്പോർട്ട് ചെയ്തങ്ങ് ദേവു സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയും, ദേവു നീ വളരെ ചെറുപ്പമാണ്, നിനക്ക് കാര്യങ്ങളുടെ ശരിയായ രീതികൾ അറിയത്തില്ല, പ്രേമം എന്നൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികളും പല അപകടക്കെണിയിലും പോയി ചാടുന്ന കാലമാണ്. നിൻ്റെ അമ്മ നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ട് പോകുന്നത്, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലി
ജോലിയുണ്ട്, നിനക്ക് അനുയോജ്യനായ പയ്യനെ ഈ സച്ചേട്ടൻ കൊണ്ട് തരും. നീ എൻ്റെ രേവതിയുടെ അനിയത്തി മാത്രമല്ല, എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. അതെനിക്കറിയാം സച്ചേട്ടാ. അപ്പോൾ സച്ചേട്ടൻ എൻ്റെ ആഗ്രഹത്തിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത്. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കൂടെ നിൽക്കണ്ടേ. ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. ആ ഇഷ്ടത്തിന് നിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും രേവതിയും കൂടി നിൻ്റെ ചെറുക്കനെ കാണാമെന്ന്. പക്ഷേ നീ കണ്ടുപിടിച്ചത് ഇവനെ കണക്കൊരുത്തനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ അരുണേട്ടൻ അങ്ങനെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവു അരുണിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അരുണ് പറയും, ഇല്ല ദേവു, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിനെ അനുകൂലിക്കത്തില്ലെന്ന് തന്നെ ശക്തമായിട്ട് തന്നെ പറയുകയാണ്. രേവതി ചേച്ചി വീട്ടിൽ വന്നു. രേവതി ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല സച്ചേട്ടൻ എന്നൊക്കെ പറയും. രേവതി വീട്ടിൽ വന്നിരുന്നു. അതെ, അരുണേട്ടൻ്റെ അമ്മ വന്നപ്പം രേവതി ചേച്ചി വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് അങ്ങ് ദേഷ്യമാവും. കാരണം സച്ചിയോട് പറയാതാണ് രേവതി പോയത്. തിരിച്ച് രേവതി വീട്ടിൽ വരുന്നുണ്ട്. ആ സമയത്ത് രേവതി കാത്തിങ്ങനെ സച്ചി നിൽക്കുകയാണ്. എന്താ നിൻ്റെ പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞോ? എന്താ ചേട്ടാ, നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങി അല്ലേ രേവതി? എന്താ സച്ചേട്ടാ, നീ ഇന്ന് നിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് പോകാമെന്നില്ലേ നീ പറഞ്ഞത്? അല്ല, അത് പിന്നെ ഞാൻ രാവിലെ നിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, ദേവുവിന് കല്യാണാലോചനയുടെ കാര്യം പറയണം, അവളുടെ ഗ്രഹനില മേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞത്? ഇപ്പം പോകണ്ട, പിന്നെ പോകാൻ നിൽക്കില്ല. അപ്പം നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ സഹോദരിക്ക് വേണ്ടി നീ അവരോട് സംസാരിച്ചു. അപ്പം നീ എന്നെ ഒഴിവാക്കിയില്ലേ? സാധാരണ ദേവുവാണ് ഈ സമയത്ത് എന്നോട് കള്ളം പറയേണ്ടത്. പക്ഷേ അവൾ എൻ്റെ ടാക്സി സ്റ്റാൻഡിൽ വന്ന് എല്ലാ സത്യവും പറഞ്ഞു. ദേവു സച്ചേട്ടനെ കാണാൻ വന്നിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രേവതി, നീ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന്. സച്ചേട്ടൻ, ഞാനത് സച്ചേട്ടന് വിഷമമാവുണ്ടെന്ന് കരുതി മാത്രം ഞാൻ പലതവണ ആലോചിച്ചു സച്ചേട്ടനോട് പറയണമെന്ന്. പക്ഷേ സച്ചേട്ടന് അയാളെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി മാത്രമാണ്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാരണവശാലും ഈ വിവാഹത്തിനെ അനുകൂലിക്കത്തില്ല. എൻ്റെ സമ്മതത്തോടുകൂടി ദേവു അവനുമായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അഥവാ എന്നെ എതിർത്ത് നിങ്ങൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും ഈ സച്ചിയെ കാണത്തില്ല. നിൻ്റെ വീട്ടുകാരുമായിട്ടും ഒരു ബന്ധം എനിക്ക് ഉണ്ടായിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒടുവിൽ സച്ചിയും അരുണും തമ്മിലൊരു കോംപ്രമൈസിലെത്തുകയും ദേവും അരുണും തമ്മിലുള്ള വിവാഹം സച്ചിയായിട്ട് തന്നെ മുൻകൈയെടുത്ത് നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.